നമ്മുടെ ഒ പിയിൽ പ്രഗ്നൻസി ആയിട്ട് വരുന്ന പേഷ്യൻസും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ആദ്യത്തെ 3 മാസങ്ങളിൽ ഡോക്ടർ വെയിറ്റ് കൂടിയില്ലല്ലോ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത്. ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് വൊമിറ്റിങ്ങും ഭക്ഷണത്തിന് താല്പര്യമില്ലാത്ത കാരണം ചിലപ്പോൾ വെയിറ്റ് കൂടാതിരിക്കാം അല്ലെങ്കിൽ ഇത്തിരി കുറയാം. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ, അതായത് ഒരു മാസം ഏകദേശം ഒരു 2 കിലോ ആണ് നമ്മൾ വെയിറ്റ് ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു നോർമൽ വെയിറ്റ് പ്രഗ്നൻസിക്ക് മുമ്പുള്ള ആൾക്കാർക്ക് ഒരു ത്രൂഔട്ട് പ്രഗ്നൻസിയിൽ ഒരു 10 to 12 കിലോസ് ആണ് വെയിറ്റ് ഗെയിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ സമയം നമുക്ക് വെയിറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ ഒരു 15-20 കിലോ വരെ വേണമെങ്കിൽ കൂടാം. വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ളവർക്ക് അതൊരു 6 to 8 കിലോസ് മതി ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി. പിന്നെ നമ്മൾ വെയിറ്റ് ഒത്തിരി ഗെയിൻ ചെയ്താലും പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്താൽ നമ്മൾ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ, പ്രഷർ ഇങ്ങനത്തെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബേബിക്ക് വെയിറ്റ് കൂടാം, അപ്പോൾ സിസേറിയനിലേക്ക് പോവാം. ആ ബേബികൾക്ക്, അതായത് ഭാവിയിൽ അവർ ഒബീസായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറാം. അതുപോലെ പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവാതെയും ഇരിക്കാം. അപ്പം നമ്മളൊരു ഹെൽത്തി ഡയറ്റ് കഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെയിറ്റ് ഗെയിൻ മാത്രമേ പ്രഗ്നൻസിയിൽ നീഡഡ് ആയിട്ടുള്ളൂ.